അല്ല, യുദ്ധത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളാണ്. പഴയ ചാക്കിന് അതിനേക്കാൾ മൂല്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ ചങ്ങാതി ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും, മറ്റന്നാൾ അത് മാറ്റി പറയും, ഇനി ഏതെങ്കിലും ബ്രാൻഡ് മാറി അടിച്ചാൽ വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ പശ്ചിമേഷ്യയും ലോകത്തെയും നിരന്തരമായ ആശങ്കയിലേക്ക് തള്ളിവിട്ട് പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന, പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ആ പടുകൂറ്റൻ വിമാനമൊക്കെ യുദ്ധസമയത്താണ് ഇറക്കുന്നത്. ഇതിപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച ഘട്ടത്തിൽ ഇതെന്തിനാണ് അവിടെ കൊണ്ടുപോയത്? അത് ഷോ കാണിക്കാനാണ്. ഏതോ അങ്ങനെ അമേരിക്ക ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇറാന് മേലുള്ള ആക്രമണം അല്ലെങ്കിൽ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, ഈ തുടങ്ങി വെച്ച എപ്പിക് ഫ്യൂറി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ട്രംപ് എത്തുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? രേഷ്മ, ട്രംപിന് വിശ്വസിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അത് യുക്തിരാഹിത്യത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറയേണ്ടി വരും. അതായത് ട്രംപിനെ വിശ്വസിക്കാമോ എന്ന ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ല. കാരണം ലോകത്തിന് മുഴുവൻ ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യമെന്ന് പറയുന്നത് ട്രംപിൻ്റെ മനസ്സ് തന്നെയാണ്. അല്ലെങ്കിൽ ട്രംപ് എന്താണ് പറയുക, എന്താണ് പ്രവർത്തിക്കുക എന്ന് ഇപ്പോഴും ലോകത്തിന്, അമേരിക്കൻ ജനതയ്ക്ക് പോലും ഒരു പിടിയും കിട്ടിയിട്ടില്ല. പല അമേരിക്കൻ മാധ്യമങ്ങളുടെയും ലേഖനങ്ങളിലൊക്കെ ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനം എന്ന മുമ്പ് ട്രംപിൻ്റെ വാദഗതികളെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തിയ ശേഷം പറഞ്ഞത്, ഞങ്ങളുമായി കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഓപ്പറേഷനുമായി മുന്നോട്ട് പോകും. അതായത് ഓപ്പറേഷൻ ഫ്രീഡം എന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ഞങ്ങൾ തുടരും, ഇറാനെ ഉപരോധിക്കും, ഇറാനെ ചുട്ടരിക്കും, ഇറാൻ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകില്ല എന്നൊക്കെയാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഏതാണ്ട് അതേ സമയമായപ്പോൾ ട്രംപ് പറഞ്ഞത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിച്ചിരിക്കുകയാണെന്നാണ്. ട്രൂത്ത് സോഷ്യൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത്, assuming Iran agrees to give what has been agreed to, which is perhaps a big assumption, the already legendary epic fury will be at an end, and the highly effective blockade will allow the Hormuz Strait to be open to all, including Iran. If they don't agree, the bombing starts, and it will be sadly at a much higher level and intensity than it was before. Thank you for your attention to this matter, President Donald J. Trump. എന്നാണ് അദ്ദേഹം ഇതിൽ കുറിച്ചിരിക്കുന്നത്, ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ പറഞ്ഞതൊക്കെ നടപ്പാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ കരാറിലേക്ക് വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇനി അത് ഉണ്ടായില്ല എങ്കിൽ അതിഭയാനകമായ രീതിയിൽ, ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ബോംബിംഗ് ഞങ്ങൾ വീണ്ടും തുടങ്ങും. അത് വളരെ ദുഃഖകരമായിരിക്കും, അത് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ തീവ്രമായിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് രാവിലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ താൽക്കാലികമായി ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുകയാണ്, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ്റെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഏതാണ്ട് 23,000-ഓളം ജീവനക്കാർ 100 കപ്പലുകളിലായിട്ട് കഴിഞ്ഞ 2 മാസക്കാലത്തോളമായി ഇങ്ങനെ കിടക്കുകയാണ്. അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട്, പാകിസ്ഥാൻ്റെ അഭ്യർത്ഥനയും മറ്റു രാജ്യങ്ങളുടെ ദുരിതവും ഗൾഫ് മേഖലയുടെ പ്രശ്നങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. പക്ഷെ വൈകുന്നേരമായപ്പോഴത്തേക്കും ട്രംപ് പറയാണ്, മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഇതേ വീണ്ടും ആക്രമിക്കുമെന്ന്. അതായത് അമേരിക്കയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുകയും വേണം, എങ്ങനെയെങ്കിലും തടിയൂരുകയും വേണം, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ തുടങ്ങി. പക്ഷേ ഞങ്ങളെ പേടിച്ച് ഇറാൻ പിന്മാറിയതാണ് എന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടി അവസാനം ഒരു ഭീഷണിയും ട്രംപ് മുഴക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാനേ കഴിയില്ല. ഇന്നലെ ഇതേ സമയം പറഞ്ഞത് ഇറാൻ ഭൂമുഖത്തുണ്ടാകില്ല എന്നാണെങ്കിൽ ഇന്ന് പറയുന്നു എപ്പിക് ഫ്യൂരി അവസാനിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുമായി സഹകരിച്ചാൽ ഒരു കുഴപ്പവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. അതുകൊണ്ട് ട്രംപിൻ്റെ വാദഗതികൾ എന്താകും, എങ്ങനെയാകും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, നല്ലപോലെ വിറച്ചിട്ടുണ്ട് അമേരിക്ക. യദു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ നമുക്കറിയാം നേരത്തെ മധ്യസ്ഥത വഹിച്ചതാണ്. പക്ഷെ ആ മധ്യസ്ഥ വഹിച്ചിട്ട് ചർച്ചകൾ നടത്താൻ ഒരുങ്ങിയിട്ടും അത് പരാജയപ്പെട്ടു, സമാധാന ചർച്ചയൊക്കെ പരാജയപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന അമേരിക്ക ഈ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാനെ പഴിചാരുകയല്ലേ? അല്ല, അമേരിക്കയെ സംബന്ധിച്ച് ഞങ്ങൾ ഭയന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ സമ്മതിക്കാൻ അമേരിക്കയ്ക്ക് നല്ല മടിയാണ്. അപ്പോൾ അമേരിക്ക ഒരു വശത്ത്, ഇപ്പം നമ്മൾ അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും അമേരിക്ക ഇങ്ങനെയാണ്. പണ്ട് ഗസ യുദ്ധമുണ്ടായ സമയത്ത് ഒരു വശത്ത് ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ മുഴുവൻ സപ്ലൈ ചെയ്യുന്നത് അമേരിക്കയാണ്. ഇസ്രായേലിന് വേണ്ട ഉദ്യോഗസ്ഥരെ, മുൻ സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രായേലിന് നൽകിക്കൊണ്ട് യുദ്ധം മുഴുവൻ ആസൂത്രണം ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. ധാർമ്മികമായും സാമ്പത്തികമായും സൈനികപരമായും ഒക്കെ, ഇൻ്റലിജൻസ് പരമായും ഒക്കെ ഇസ്രായേലിന് അന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്ത് യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ടത്, അല്ലെങ്കിൽ യുദ്ധം ആളിക്കത്തിച്ചത് അമേരിക്കയാണ്. പക്ഷേ ഈ യുദ്ധം
യുദ്ധം മൂർച്ഛിക്കുമ്പോൾ മറുവശത്ത് ഈജിപ്തിനെയും ഖത്തറിനെയും സമാധാന ചർച്ചകൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തുന്നതും അമേരിക്കയാണ്. അതായത് ഈ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് അല്ലെങ്കിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായയുടെ പണിയുണ്ട്. അല്ലെങ്കിൽ രണ്ട് വള്ളത്തിലും കാലിട്ട് റബ്ബർ പോലെ നീണ്ടു വലിഞ്ഞ് കളിക്കുന്ന ഒരു കളി അമേരിക്ക എല്ലാ കാലത്തും കളിക്കും. അതിൻ്റെയൊക്കെ ഒരു ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഈ മേഖലകളിലൊക്കെ സ്വാധീനം ചെലുത്തണം എന്നുള്ളത് തന്നെയാണ്. ഇറാഖിൻ്റെ കാര്യത്തിലായാലും അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിലായാലും പശ്ചിമേഷ്യയിൽ അമേരിക്ക കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളുടെ കാര്യത്തിലായാലും ഒക്കെ അമേരിക്കയ്ക്ക് അവിടങ്ങളിലൊക്കെ അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ, സാന്നിധ്യം ഉറപ്പിക്കാൻ ഇമാതിരി കളികൾ കൂടിയേ തീരൂ. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർ ഇറാനിൽ ഇമാതിരി വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ഇമാതിരി ഇടപെടലുകൾ നടത്തുന്നത്. ഇതിപ്പോൾ അമേരിക്ക ഒരു വശത്ത് യുദ്ധം വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയാണ്. യുദ്ധത്തിന് ഇത്രയധികം, അതായത് ഇറാന് നേരെ ഇസ്രായേലിന് ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള സൈനിക സഹായം, സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ യുദ്ധത്തിന് നേരിട്ടിറങ്ങിയിട്ട് ഇസ്രായേലിന് ധാർമ്മികമായ പിന്തുണ, യുദ്ധത്തിലെ പിന്തുണ നേരിട്ടൊക്കെ കൊടുത്തത് അമേരിക്കയാണ്. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് അമേരിക്ക സമാധാന ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സമാധാനത്തിൻ്റെ കൂടെയാണ്, പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ കേൾക്കണം, ഗൾഫ് രാജ്യങ്ങൾ പറയുന്നത് കേൾക്കണം, കടലിൽ കിടക്കുന്ന കപ്പലുകളിലുള്ള 87 രാജ്യങ്ങളിലെ 23,000 പേരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കണം, ഇതൊക്കെ ഞങ്ങളുടെ വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് വിശാല മനസ്കനായ ആശാൻ ഇതൊക്കെ കണ്ട് അങ്ങോട്ട് ക്ഷമിക്കുകയാണ് എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തൊരു വിരോധാഭാസമാണ്. അമേരിക്കയാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത്. സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന പശ്ചിമേഷ്യയെ, ലോകത്തെ ഈ വിധത്തിൽ ഭീതിയിൽ ആഴ്ത്തുകയും ആശങ്കയിലാഴ്ത്തുകയും പശ്ചിമേഷ്യയെ മുഴുവൻ വിറപ്പിക്കുകയും വലിയ ആശങ്കയിലേക്ക്, ക്ഷാമത്തിലേക്ക്, ഇന്ധന ഷോർട്ടേജിലേക്ക്, വിലക്കയറ്റത്തിലേക്കൊക്കെ തള്ളിവിടുകയും ചെയ്യുന്ന വിധത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതിൽ ഇസ്രായേലിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചത് അമേരിക്കയാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഒടുവിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഞങ്ങൾ സൊല്യൂഷൻ കാണുകയാണ്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച മഹാത്മാക്കൾ ഞങ്ങളാണ് എന്ന മട്ടിലേക്ക് അമേരിക്ക ഇമാതിരി വർത്തമാനം പറയുമ്പോൾ അതിനെ വലിയൊരു വിരോധാഭാസം എന്ന നിലയിലേക്ക് കാണാൻ കഴിയൂ. അതായത് ഇറാനെ സായുധമായി കീഴ്പ്പെടുത്താൻ കഴിയില്ല, ഇറാനിലൊരു റെജിം ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയില്ല, ഇറാൻ പിടിച്ചു വെച്ചിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ ചെന്നിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ബോധ്യപ്പെട്ട അമേരിക്ക പിന്മാറാൻ വേണ്ടി പഴുതു തേടുമ്പോൾ അതിനുവേണ്ടി പാകിസ്ഥാൻ്റെ സമാധാന ചർച്ച എന്ന വാദം മുന്നോട്ട് വയ്ക്കപ്പെടുകയാണ്. ഈ പാകിസ്ഥാനെ സമാധാന ചർച്ചയ്ക്ക് നിയോഗിച്ചത് തന്നെ അമേരിക്കയാണ്. എന്നിട്ട് പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ യുദ്ധം നിർത്തുകയാണെന്ന് പറയുമ്പോൾ തുടങ്ങി വെച്ചവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കുടുങ്ങിയപ്പോൾ തടിയൂരാൻ വേണ്ടി അത് പാകിസ്ഥാനെ ചാരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹോർമുസ് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പോൾ ഒരു വെടിനിർത്തലിന് ശേഷം അവിടെ വീണ്ടും യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ആകെ പശ്ചിമേഷ്യ ഭീതിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് കാണാതായി എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഈ ട്രംപോ അല്ലെങ്കിൽ അമേരിക്കയോ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല. എന്തുകൊണ്ടാണ് ആ ഒരു നീക്കം? അല്ല, ഇത് അറിവുള്ള കാര്യങ്ങളിലല്ലേ രേഷ്മ മറുപടി പറയാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വിമാനങ്ങൾ ഖത്തറിൻ്റെ ആകാശത്തിന് മുകളിൽ വെച്ച് എങ്ങോട്ടാണ് പോയത്? പേർഷ്യൻ കടലിന് സമീപത്ത് വെച്ച് ഈ യുദ്ധവിമാനങ്ങൾ എവിടേക്കാണ്, ഇന്ധനം നിറയ്ക്കുന്ന വിമാനവും ഇന്ധനം നിറയ്ക്കപ്പെട്ട വിമാനവും എവിടേക്കാണ് പോയത് എന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്കും കൃത്യമായ മറുപടിയൊന്നുമില്ല, ട്രംപിനും അറിയില്ല. അപ്പോൾ പിന്നെ ട്രംപ് ഈ വിമാനങ്ങളെക്കുറിച്ച് എന്ത് പ്രതികരണമാണ് നടത്തേണ്ടത് എന്ന് മാത്രമല്ല, ഈ വിമാനങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നതും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുകയാണ്, ഞങ്ങൾ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിക്കുന്നു, ഓപ്പറേഷൻ ഇക്കണോമിക് ഫ്യൂരിയാണ് ഇനി നടത്താൻ പോകുന്നത്, ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിൽപ്പെടുത്താനാണ് ഇനി ഞങ്ങളുടെ നീക്കമെന്ന് പറയുന്നു. അതിന് പിന്നാലെയാണ് ഈ വിമാനങ്ങൾ വരുന്നതും അത് കാണാതാകുന്നതുമായിട്ടുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിച്ച്, യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ച അമേരിക്ക പിന്നെന്തിനാണ് അവരുടെ വിമാനങ്ങൾ പേർഷ്യൻ കടലിന് മുകളിലൂടെ പറത്തിയത്, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി നിർത്തിയത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ന് മാത്രമല്ല, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ആ പടുകൂറ്റൻ വിമാനമൊക്കെ യുദ്ധസമയത്താണ് ഇറക്കുന്നത്. ഇതിപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച ഘട്ടത്തിൽ ഇതെന്തിനാണ് അവിടെ കൊണ്ടുപോയത്? അത് ഷോ കാണിക്കാനാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് തിരിച്ചടി കിട്ടി. അത് വെറുതെ ഇറാനെ പഠിപ്പിക്കാനാണ്. ഈ വിമാനമൊക്കെ കണ്ടിട്ടാണ് ഇറാൻ കീഴടങ്ങിയത്, അല്ലെങ്കിൽ ഇറാൻ ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ കാലിൽ വീണു എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിമാനങ്ങളും കപ്പലുകളും ഒക്കെ വെറുതെ വിടുക. അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരവില്ല. നമ്മൾ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എത്രയെത്ര പടക്കപ്പലുകളാണ് അമേരിക്ക ഈ പേർഷ്യൻ ഗൾഫ് തീരത്തേക്ക് അയച്ചത്, ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ് അയച്ചത്. എന്നിട്ട് ഈ കപ്പലുകൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? ചില കപ്പലുകൾ ദുരൂഹ സാഹചര്യത്തിൽ തീപിടിക്കുന്നു,
ചില കപ്പലുകൾക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നു, അത് തിരിച്ചു കൊണ്ടുപോകുന്നു, അറ്റകുറ്റപ്പണിക്കായി പെട്ടെന്ന് കൊണ്ടുപോകുന്നു. ചില കപ്പലുകൾ പോയ സ്പീഡിൽ തന്നെ യൂ ടേൺ അടിച്ച് തിരിച്ചു വരുന്നു. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടിൽ കണ്ടതാണ്, കഴിഞ്ഞ രാത്രിയിൽ 3 പടക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് വന്നിരുന്നു അത്രേ. പക്ഷേ ഇറാന്റെ സന്നാഹം കണ്ടത് അതിവേഗത്തിൽ തിരിച്ചുപോയി എന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകളെ മുഴുവൻ ഞങ്ങളുടെ പടക്കപ്പലുകൾ വന്ന് മോചിപ്പിക്കുമെന്ന് അമേരിക്ക പറയാൻ തുടങ്ങിയിട്ട് 2 മാസമായി. ഇതുവരെ ഒരൊറ്റ കപ്പലിനെ പോലും അവിടുന്ന് കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലായി നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ്. പക്ഷേ ഇത് ലോകം കാണുകയും ലോകം അമേരിക്കയെ നോക്കി കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെയോ കാണിക്കുകയും പറയുകയും ചെയ്തിട്ട് ഞങ്ങളുടെ സന്നാഹം കണ്ടിട്ട് ഇറാൻ ഇങ്ങോട്ട് വന്ന് കാലിൽ വീണതാണ് എന്ന ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി അമേരിക്ക വെറുതെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഈ പറയുന്ന വിമാനങ്ങളും കപ്പലുകളും ഒക്കെ അണിനിരത്തുന്നത് എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ മേഖലയിലെ ഭാവി എന്താകും? ഒരു ശാശ്വത സമാധാനം കാണുമോ? അല്ല, യുദ്ധത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളാണ്. പഴയ ചാക്കിന് അതിനേക്കാൾ മൂല്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ ചങ്ങാതി ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും, മറ്റന്നാൾ അത് മാറ്റി പറയും, ഇനി ഏതെങ്കിലും ബ്രാൻഡ് മാറി അടിച്ചാൽ വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ പശ്ചിമേഷ്യയും ലോകത്തെയും നിരന്തരമായി ആശങ്കയിലേക്ക് തള്ളിവിട്ട് പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന, പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ഇപ്പോൾ അവസാനിപ്പിച്ചുവെന്നും ചർച്ചകളിലേക്ക് കടക്കാമെന്നും കരാറിൽ ഒപ്പിടാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള പ്രത്യാശ ട്രംപ് പ്രകടിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുമ്പോഴും ഹോർമുസ് കടലിലേക്ക് തുറക്കപ്പെടും, ഇറാനെതിരായ ഉപരോധം അങ്ങനെ അവസാനിപ്പിക്കപ്പെടും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ലോകത്തിനുണ്ടാകുമ്പോഴും അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാകില്ല, ഇസ്രായേൽ ഇനി ഇറാനെ ആക്രമിക്കില്ല അമേരിക്ക പറയാതെ എന്നൊക്കെയുള്ള നെറേറ്റീവുകൾ വരുന്നുണ്ട്, എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ വരുന്നുണ്ട്. യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇറാൻ പറയുകയാണ് ഞങ്ങളുടെ മേൽ ഇനി ഉപരോധം പാടില്ല, ഞങ്ങൾക്ക് ആണവ പരീക്ഷണം നടത്താനുള്ള അനുമതി വേണം, ഹോർമുസ് കടലിടുക്കിൽ ഞങ്ങൾക്ക് ടോൾ നൽകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ഇറാൻ അടുത്ത ചർച്ചയിൽ ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അമേരിക്ക വീണ്ടും പ്രകോപിതരായി ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇറാനും തിരിച്ചടിക്കും. കാരണം ഇറാനെ സംബന്ധിച്ച് ഇനി മുന്നും പിന്നും നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. മരണം വരെ പോരാടുക എന്നതിനപ്പുറം ഇറാന് വേറെ കാര്യമായി ഇനിയൊന്നും ചെയ്യാനുമില്ല. കാരണം IRGC ആണ് ഇപ്പോൾ അവിടെ നേരിട്ട് ഭരണം നടത്തുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും പ്രതികാരത്തിൻ്റെ തീവ്രത എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്നത് IRGC ആണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. IRGC ആണെങ്കിൽ വളരെ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ടീമാണ്. അതുപോലെ തന്നെ മുജ്തബ ഖംനേയും വളരെ തീവ്രമായി തന്നെ നിലപാടെടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വെടിനിർത്തൽ അവസാനിപ്പിച്ച്, ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് പോലും ഇറാൻ ആവശ്യപ്പെട്ട് നടന്നതല്ല, അത് അമേരിക്ക സ്വയം പ്രഖ്യാപിച്ചതാണ്. ഇനിയും യുദ്ധം ചെയ്താൽ വലിയ നാശനഷ്ടങ്ങൾ ഗൾഫ് മേഖലയ്ക്ക് ഉണ്ടാകും, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് ഉണ്ടാകും, അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് ഉണ്ടാകും, ഇസ്രായേലിനുള്ളിൽ ഉണ്ടാകും എന്നൊക്കെ കണ്ട് ഭയന്ന് അത് ഇറാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഭയന്നിട്ട് അമേരിക്ക തന്നെ സ്വയമേവ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ്. ഒരിക്കലും വെടിനിർത്തൽ വേണമെന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ആണവ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഏകപക്ഷീയമായിട്ട് അമേരിക്ക യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ആക്രമണം നടത്തി ആയത്തുള്ള അലി ഖാംനെയി അടക്കം വധിച്ചത്. അപ്പോൾ അമേരിക്കയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയൊന്നും ഇറാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇനിയും യുദ്ധം തുടർന്നാൽ അത് തങ്ങൾക്കും ലോകത്തിനും പശ്ചിമേഷ്യയ്ക്കും ഒക്കെ വലിയ ഭീഷണിയാകും എന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക തന്നെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെടിനിർത്തൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് അമേരിക്ക പോയാൽ അല്ലെങ്കിൽ ട്രംപ് ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ഇറാൻ മുന്നും പിന്നും നോക്കാതെ ആക്രമിക്കും. ഇറാൻ്റെ എത്രത്തോളം സൈനിക ശേഷി കുറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇറാൻ്റെ പല ഭരണാധികാരികളും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇനിയും ആക്രമിക്കാനുള്ള കരുത്ത് ഇറാനുണ്ട് എന്ന് മാത്രമല്ല, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ചൈനയിൽ പോയി അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ പിന്തുണയും ഇറാനുണ്ട്. അപ്പോൾ ഒരിക്കലും പരിപൂർണമായി ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്ന അമേരിക്കയുടെ സ്വപ്നമൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു സമാധാനത്തിലുള്ള കളമുണ്ട്. അത് കൃത്യമായി അമേരിക്ക പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്ന് ഇറാൻ്റെ വാദം കൂടി പരിഗണിച്ച് ഇറാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് എങ്ങനെയെങ്കിലും ഇതെല്ലാം സോൾവ് ആക്കിയാൽ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പൂട്ടിക്കെട്ടിയാൽ അമേരിക്കയ്ക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇറാൻ്റെ വഴി നോക്കി പോകാൻ സാധിക്കും. അങ്ങനെ ഒരു ശാശ്വത സമാധാനം ഉണ്ടാകും. അല്ലാതെ ഇനിയും ഇറാനെ ഭയപ്പെടുത്തി, അടിച്ചമർത്തി, യുദ്ധം ചെയ്ത് ഭീഷണിപ്പെടുത്തി, ഇറാനെ പിടിച്ചുകെട്ടി ഞങ്ങൾ അവിടെ പുതിയൊരു ഭരണകൂടത്തെ കൊണ്ടുവരും, ഇനിയും റെജീം ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ അതിശക്തമായ തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇനി ഒരിക്കലും പൊള്ളുന്ന കളിക്ക് അമേരിക്ക പോകില്ല. പോയാൽ അമേരിക്കയ്ക്ക് താങ്ങാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു സമാധാനം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും.